ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം ബിരിയാണിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് മഷ്റൂം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ പീസ്, ക്യാരറ്റ്, സോയാബീനാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി കുറച്ച് പുതിനയും മല്ലിയിലയും, പിന്നെ പഴുത്ത വലിയൊരു തക്കാളി, 2 മീഡിയം സൈസ് സവാള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് പുളിയുള്ള തൈര്. ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർക്കാനിട്ടിരുന്നു. അപ്പോൾ ഇതും കുറച്ച് ഏലക്ക, പട്ട, കറാമ്പു, പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം വെന്ത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ബിരിയാണിക്ക് വേണ്ട ഗ്രേവി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക, പട്ട, കറാമ്പു എന്നിവയിട്ട് സവാളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായി നമുക്കിതൊന്ന് വഴണ്ടി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയുടെ നിറമെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്ത് കിട്ടുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പുതിനയിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം, വെജിറ്റബിൾസ്, സോയാബീൻ ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇതിലേക്ക് മസാലകളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈരോടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി നമുക്ക് അടച്ച് വെച്ച് 1 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ സെക്കൻഡ് ലെയർ കുറച്ച് ഗ്രേവി മാറ്റി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതോടെ നമുക്കിതിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചോറോടെ നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പുതിനയിലയും മല്ലിയിലയും മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ 1 സ്പൂൺ നെയ്യോടെ തൂവി കൊടുത്ത് നന്നായി അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വെക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് വെയിറ്റുള്ള എന്തെങ്കിലും വെക്കണം. എന്നിട്ട് അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 20 മിനിറ്റ് നേരം കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണിയെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമുക്ക് എല്ലാം ഇത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റൈസും ഗ്രേവിയും എല്ലാം കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാം. അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്